ഹേ ഗൈസ്, അപ്പം ഇപ്പം എൻ്റെ ഫേസ് കണ്ട കരുതും ഉറങ്ങി പാടെയാണോ നീ വീഡിയോയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നത് എന്നൊക്കെ. സത്യമായിട്ടും അല്ല, എനിക്ക് ക്ഷീണം കൊണ്ടാട്ടോ എൻ്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നത് വേറൊരു ദിവസമാണ്, വീഡിയോ എടുത്തത് വേറൊരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഉള്ള ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും ഒക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്ന ലിസ്റ്റ്. അത് പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പം കാണുക. അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വയ്ക്കാനുണ്ട്. അപ്പം അതൊക്കെ ആ ടൈം ആകുമ്പോഴത്തേനും മേടിക്കേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസാണ്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ആ സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് പാക്ക് ചെയ്യേണ്ടത്. അതിൽ മേളിലത്തെ എൻ്റെ ലിസ്റ്റും താഴത്തെ കുഞ്ഞിൻ്റെ ലിസ്റ്റും ആട്ടോ. അതിൻ്റെ അകത്തുള്ള പേര് മൈൻഡ് ചെയ്യേണ്ട, അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. അപ്പം നമ്മൾ ആ ലിസ്റ്റുകളാണ് ഇന്ന് പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള നാപ്പീസായിട്ടോ പാക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള നാപ്പീസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം അതിൽ നിന്ന് ഞാൻ എല്ലാം പൊട്ടിച്ച് എത്രത്തോളം വേണമെന്ന് ഞാൻ ഉണ്ണിച്ചനോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത്, ഉണ്ണിച്ചനും ഞാനും കൂടി ആട്ടോ ഇത് പാക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ അതെല്ലാം ഒരു കണക്കിനനുസരിച്ച്, നമ്മുടെ ഒരു ഊഹത്തിനനുസരിച്ച് നമ്മൾ കുറച്ചധികം സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേറൊരു കവറിലാക്കി നമ്മൾ എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ ടൈമിൽ ഇവർക്ക്, ഇപ്പോൾ ഉണ്ണിച്ചനായാലും ആ ടൈമിൽ ഒരു കൺഫ്യൂഷൻ തോന്നാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം സെപ്പറേറ്റ് ഒരു കവറിലാക്കി അതിൻ്റെ മേളിൽ എന്താണ് ഐറ്റം എന്നുള്ളത് ഞാൻ ഒരു സ്റ്റിക്കർ പോലെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എഴുതി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അത് ഇവരുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അടുത്തായി ഞങ്ങൾ എടുത്തു വയ്ക്കാൻ പോകുന്നത് കോട്ടൺ വൂൾസിൻ്റെ ഒരു പാക്കറ്റ് ആട്ടോ. ഇത് നാപ്പി ചേഞ്ചിൻ്റെ സമയത്ത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് ഒരു പാക്കറ്റ് ഞങ്ങൾ അത് എടുത്തു വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തു വയ്ക്കാൻ പോകുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള 2 ക്രീംസ് ആട്ടോ. 3 ക്രീംസ് ഉണ്ട്, അതൊന്ന് എനിക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു സെറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ച് എടുത്തു വയ്ക്കുന്നുണ്ട്. ഒന്ന് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഷവർ ആൻഡ് ബാത്ത് ജെല്ലും, പിന്നെ ഒന്ന് നിപ്പിൾ ക്രീമും, പിന്നെ ഒന്ന് നാപ്പി ചേഞ്ചിങ് ക്രീമും ആട്ടോ. അത് 3 ഒരു സെറ്റാണ് കേട്ടോ. അങ്ങനെ അടുത്തതായിട്ട് എന്താ വേണ്ടതെന്നുള്ളത് ഉണ്ണിച്ചൻ്റെ ഫോണിലാട്ടോ ലിസ്റ്റ് ഉള്ളത്. അപ്പോൾ ആ ലിസ്റ്റ് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരുവാണ് അടുത്ത് നമ്മൾ എന്താണ് എടുത്ത് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മൾ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്കത് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുത്തായിട്ടുള്ളത് പാമ്പേഴ്സിൻ്റെ വെറ്റ് വൈപ്സ് ആട്ടോ ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. അത് നാപ്പി ചേഞ്ചിൻ്റെ സമയത്ത് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പാക്കറ്റ് ഞങ്ങൾ എടുത്തു വയ്ക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞങ്ങൾ എടുത്തു വയ്ക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള മസ്ലിൻ സ്ക്വയേഴ്സ് ആട്ടോ. സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിന് വേണ്ടിയിട്ട് തുടയ്ക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു തുവാല പോലെ ഇരിക്കുന്ന ഒരു ചെറിയ തുണിയാട്ടോ. അതിൻ്റെ അത്യാവശ്യം ഒരു 4-5 പീസസ് ഞങ്ങൾ എടുത്തു വയ്ക്കുന്നുണ്ട്. അതും ഞാൻ ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു കവറിലാക്കി ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട്. കാരണം ആ ടൈമിൽ എല്ലാവർക്കും എന്തായാലും ഒരു ടെൻഷൻ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. ഉണ്ണിച്ചൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് ഉള്ള ടെൻഷനിൽ അവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അടുത്തതായി ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് 4-5 ബോഡി സൂട്ട്സ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് വാഷ് എല്ലാം ഞാൻ കുഞ്ഞിൻ്റെ എല്ലാ ഡ്രസ്സും സോക്സും എല്ലാം ഞാൻ സെപ്പറേറ്റ് ഫസ്റ്റ് വാഷ് ചെയ്ത് വച്ചേർന്നതാണ്. അപ്പോൾ അത് ഞാനൊരു സെപ്പറേറ്റ് കവറിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സ്ലീപ്പ് സൂട്ടാട്ടോ.
അതും ഇതുപോലെ തന്നെ 3-4 ഞങ്ങൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. അതും ഞാൻ ഫസ്റ്റ് വാഷ് ചെയ്തതാട്ടോ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ നൺ ബയോ ലോണ്ട്രീസ് ഉപയോഗിക്കുകയെന്ന്. അല്ല, എപ്പോഴും കുഞ്ഞിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ നേരത്തെ നൺ ബയോ ആയിട്ടുള്ള ലോണ്ട്രി ഐറ്റംസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്ത് ഞങ്ങൾ അതുപോലെ തന്നെ കവറിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എടുത്ത് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല ഡ്രസ്സ് വീട്ടിലേക്ക് വരുമ്പോൾ ഇടാനായിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ കുഞ്ഞിന് വയ്ക്കാനുള്ള ഹാറ്റ് നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഹാറ്റും സോക്സും പിന്നെ ഗ്ലൗവും ഇതെല്ലാം നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഈ ഹാറ്റും സോക്സും ഗ്ലൗവും ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കിയാണ് വെച്ചേക്കുന്നത്. പിന്നെ കുഞ്ഞിന് ഇങ്ങോട്ട് വരുമ്പോൾ ഇടാനുള്ള അത്യാവശ്യം നല്ല ഡ്രസ്സ് അതാട്ടോ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അത് ഉണ്ണിച്ചൻ സെലക്ട് ചെയ്ത ഡ്രസ്സാണ്. അപ്പം അതാണ് ഞങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇടാമെന്ന് കരുതി എടുത്ത് വയ്ക്കുന്ന ഡ്രസ്സ്. അടുത്തായിട്ട് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് ചേഞ്ചിങ് മാറ്റ് ഉണ്ടല്ലോ, നമ്മുടെ നാപ്പി ചേഞ്ചിങ് മാറ്റ്, അത് മടക്കാവുന്ന ടൈപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്ക് മടക്കി കൊണ്ടു നടക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചേഞ്ചിങ് മാറ്റ്. ഞാൻ അടുത്തായിട്ട് ന്യൂ ബോൺ ബേബിക്ക് പറ്റിയിട്ടുള്ള നിപ്പിൾ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. കാരണം ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ആവശ്യം വന്നാലോ എന്നോർത്തിട്ടാണ്. പക്ഷേ അത് ഞാൻ എടുത്ത് വച്ചിട്ടില്ല കേട്ടോ. കാരണം അത് ഞാൻ നന്നായിട്ടൊന്ന് ഹോട്ട് വാട്ടറിലൊക്കെ ഇട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വയ്ക്കാമെന്ന് വെച്ചു. അത് ഞാൻ ആ ടൈം ആകുമ്പോൾ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. എനിക്ക് ഇനി ഫോർമുലാസും മേടിക്കാനുണ്ട്. ജസ്റ്റ് ഇൻ കേസ് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിലോ എന്ന് കരുതി ഫോർമുല മേടിക്കാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇനി ആ കൂട്ടത്തിൽ വയ്ക്കാനുള്ളൂ. ഫൈനലി നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കുഞ്ഞിന് വേണ്ടി പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 1-2 സാധനങ്ങൾ മാത്രമാണ് ഇനി അതിലേക്ക് വയ്ക്കാനുള്ളൂ. അടുത്തതായിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ കാർ സീറ്റ്. അതും കൂടി ആ കൂട്ടത്തിലായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ചിലവർക്കെങ്കിലും പ്രയോജനകരമാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫസ്റ്റായിട്ട് അമ്മയാവാൻ പോകുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം എനിക്ക് തന്നെ കൺഫ്യൂഷനായിരുന്നു എന്തൊക്കെ സാധനം നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി എടുക്കണം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സിനോട് ഞാൻ മെസ്സേജ് അയച്ച് അവരൊക്കെ ഹെൽപ്പ് ചെയ്ത് അവർ തന്ന ലിസ്റ്റിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വച്ചേക്കുന്നത്. അപ്പം ഇതൊക്കെ അവർക്കൊരു പ്രയോജനം ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി വയ്ക്കാനുണ്ട്. അത് ഞാൻ ആ സമയമാകുമ്പോഴത്തേനും വയ്ക്കാമെന്ന് കരുതിയിട്ടാട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.